പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തിരുവചനം സുഭാഷിതങ്ങൾ 10:4. അലസമായ കരം ദാരിദ്ര്യം വരുത്തി വയ്ക്കുന്നു, സ്ഥിര ഉത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. സുഭാഷിതങ്ങൾ 18:9 നമ്മളിങ്ങനെ വായിക്കുന്നു, മടിയൻ മുടിയന്റെ സഹോദരനാണ്. എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല, സ്ഥിര ഉത്സാഹിക്ക് സമർത്ഥമായി ലഭിക്കുന്നു. സുഭാഷിതം 13:4. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് കടന്നു വരുന്ന വലിയ ഒരു തിന്മയാണ് അലസത എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അതിനെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ അലസത എന്ന തിന്മ നമ്മളെ എല്ലാ തരത്തിലും ഭൗതികമായ രീതിയിലും ആത്മീയമായ രീതിയിലും ഒരുപാട് തകർക്കും. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ പറയാറുള്ള ഒരു കാര്യമുണ്ട്, എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം 6 ദിവസം അധ്വാനിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അതായത് അധ്വാനം ദൈവത്തിന്റെ നിശ്ചയമാണ്, അത് പരിശുദ്ധമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ തിരുവചന പ്രകാരമാണ് പറയുന്നത്, മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. അധ്വാനിക്കാൻ മടിച്ച് ഒരു താലന്ത് കുഴിച്ചിട്ട വ്യക്തിയെ ശിക്ഷിക്കുന്നതായിട്ട് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങള്, നമ്മളുടെ ചുമതലകള് നമ്മൾ ഭംഗിയായിട്ട് അധ്വാനിച്ച് നിറവേറ്റണം. അത് ദൈവത്തിന്റെ നിശ്ചയമാണ്. അധ്വാനം ദൈവം ആഗ്രഹിക്കുന്നതാണ്, ദൈവം ഇഷ്ടപ്പെടുന്നതാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. അധ്വാനിക്കുന്നതിന് ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന മടുപ്പ്, ക്ഷീണം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഈശോയുടെ ശരീരത്തിലെ പീഡകളോട് ചേർത്ത് കാഴ്ചവെച്ച് നമ്മളത് സ്വീകരിക്കുമ്പോൾ അധ്വാനത്തിന്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ ആത്മാവും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മൾ പുണ്യത്തിൽ വളരുകയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്, ദൈവം നമ്മളിൽ സംപ്രീതനാകുന്നതിന് അത് കാരണമായി തീരുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, അലസത എന്ന തിന്മ നമ്മളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുതൽ നേടിക്കൊണ്ട് കൂടുതൽ തീഷ്ണതയോടെ അധ്വാനിക്കാനും മുന്നോട്ട് പോകാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.